ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പോസ്റ്റർ ഇമേജസ് എന്ന പാഠഭാഗം നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടിരുന്ന ഒരു ഡെസ്ക്ടോപ്പ് ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരുന്നോ? അല്ല അല്ലേ? കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ പഠിച്ചിരുന്നത് ഉബുണ്ടു 18.04 ആണ്. കൈറ്റ് ഇഗ്നു ലിനക്സ് ബേസ്ഡ് ഓൺ ഉബുണ്ടു 18.04 ആണ്. പക്ഷേ ഈ വർഷം ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഉബുണ്ടു 22.04 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ വർഷം ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തിരുന്നത്? ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെ ഓഫീസ് റൈറ്റർ അല്ലേ? ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആപ്ലിക്കേഷൻ മെനു ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ലിബ്രെ ഓഫീസ് റൈറ്റർ ഇനി ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ നമ്മൾ ജിംബ എങ്ങനെ ഓപ്പൺ ആക്കുക, അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിച്ചതുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ എങ്ങനെ ഓപ്പൺ ആക്കി നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഷോ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടൈപ്പ് ടു സെർച്ച് എന്നുള്ളടത്ത് നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ലിബ്രെ ഓഫീസ് റൈറ്റർ ആണെങ്കിൽ ഞാനിവിടെ എല്ലെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ സോഫ്റ്റ്വെയർ കാണാൻ പറ്റും അല്ലേ? ഇതാണ് നമ്മുടെ ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ഐക്കൺ. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ടു സെർച്ച് എന്നുള്ളതിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ആദ്യത്തെ ലെറ്റർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഐക്കൺ അവിടെ കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം? നമ്മുടെ കീബോർഡിലെ സ്പേസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓൾട്ട് കീ ഉണ്ട്. സ്പേസ് ബാറിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾട്ട് കീൻ്റെ തൊട്ടടുത്തൊരു വിൻഡോസ് കീ ഉണ്ട്. ഓക്കെ, നമ്മുടെ സ്പേസ് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾട്ട് കീൻ്റെ തൊട്ടടുത്തൊരു വിൻഡോസ് കീ ഉണ്ട്. ആ വിൻഡോസ് കീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സൂപ്പർ കീന്ന്. ഓക്കെ, അപ്പോൾ ഒരു സൂപ്പർ കീ നമ്മൾ എന്ത് ചെയ്യുക? പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ടൈപ്പ് ടു സെർച്ച് എന്നുള്ളടത്ത് നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് ആ ഒരു ലെറ്റർ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ലെറ്ററിലുള്ള എല്ലാ സോഫ്റ്റ്വെയർസും നമുക്കവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് വേണ്ടത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമ്മുടെ പുതിയ OSൽ നമുക്ക് ഓരോ സോഫ്റ്റ്വെയർസ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നീട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓഫീസ് അല്ല ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് അതന്നെ പഠിച്ചിട്ടാണ് നമ്മൾ കുറേ കാലമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു പ്രയാസം ഫസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് റെഡിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ ഫസ്റ്റ് പാഠത്തിലോട്ട് പോവാം. ഏതാ നമ്മുടെ ഫസ്റ്റ് പാഠം? പോസ്റ്റർ ഇമേജസ്. ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഓക്കെ, ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്? പുതിയ സോഫ്റ്റ്വെയർ ഒന്നല്ല, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച നിങ്ങളുടെ ജിംബ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തിൻ്റെ പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടതെന്ന്. സാറ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പ്ലാനിങ് ടു ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ കമ്പ്യൂട്ടർ ടു പ്രൊമോട്ട് ദ ഫ്രൂട്ട് ഫെസ്റ്റിവൽ വിച്ച് ഈസ് ബീങ് ഹോസ്റ്റഡ് ഇൻ സ്കൂൾ ബൈ ദ എൻവയോൺമെൻറ്റൽ ക്ലബ്. ഓക്കെ, പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടക്കുന്ന ഫലോത്സവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് ഫെസ്റ്റിവൽ അല്ലേ? ഓക്കെ, പ്രചാരണത്തിനായി കമ്പ്യൂട്ടറിൽ പോസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള ആലോചനയിലാണ് ആര്? സാറയും കൂട്ടുകാരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു പോസ്റ്ററിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട പോസ്റ്ററിൻ്റെ മാതൃക ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഈ ഒരു മാതൃകയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് എന്താണ് ഇമേജ് എഡിറ്റിംഗ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇമേജ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇമേജ് എഡിറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എൻഹാൻസിങ് ഓർ മോഡിഫൈങ് ആൻ ഇമേജസ് അപ്പിയറൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഒരു ചിത്രത്തിൻ്റെ രൂപഭാവങ്ങൾ മെച്ചപ്പെടുത്തുകയോ മാറ്റുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമേജ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. യൂസിങ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വി ക്യാൻ പെർഫോം വേരിയസ് ടാസ്ക് സച്ച് ആസ് ഇംപ്രൂവിംഗ് ഇമേജ് ക്വാളിറ്റി, റിമൂവിംഗ് അൺവാണ്ടഡ് എലമെൻറ്റ്സ് ആൻഡ് ആഡിങ് ന്യൂ വൺസ്. അതായത് ഈ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇമേജ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം, പുതിയത് കൂട്ടിച്ചേർക്കാം. ഇതൊക്കെ നമുക്ക് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്കറിയാം നമ്മുടെ IT തിയറി എന്ന് പറയുന്നത് 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇനി പോസ്റ്റർ തയ്യാറാക്കുക എന്ന് പറഞ്ഞു. ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത്? ജിംബ് അല്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സോഫ്റ്റ്വെയർ തന്നെയാണ് ജിം ഇഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ജിം വാസ് originally known as the General Image Manipulation Program. General Image Manipulation Program എന്നാണ് ആദ്യ കാലത്ത് ജിംബ് അറിയപ്പെട്ടിരുന്നത്. It was created by Spencer Kimball and Peter Mattick, students at the University of California, as part of their academic project. Okay. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സ്പെൻസർ കിംബൽ, പീറ്റർ മാറ്റിക്സ് എന്നീ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠന പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇതിന് എന്ത് ചെയ്തത്? തുടക്കം കുറിച്ചത്. In 1992, it became part of the IGNU project and was renamed the IGNU Image Manipulation Program. ഓക്കെ, 1992 ഇത് ഇഗ്നു പദ്ധതിയുടെ ഭാഗമായതോടെയാണ് ഇത് ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ എന്നുള്ളത് മാറിയിട്ട് എന്തായത്? ഇഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ജിംബ് ക്രിയേറ്റ് ചെയ്ത 2 വ്യക്തികൾ, സ്പെൻസർ കിംബലും പീറ്റർ മാറ്റിക്സും, ഇതൊക്കെ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി പഠിച്ചത് മറന്നുപോയെങ്കിൽ സങ്കടപ്പെടേണ്ട, നമുക്ക് 9ൽ ഒന്നും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്ത് വയ്ക്കുക, തിയറി ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ജിംബ് അല്ലേ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഐക്കൺ വന്നിട്ടുണ്ട്. ഈ ഒരു ഐക്കണിനെ നമ്മളൊരു പേര് വിളിച്ചിരുന്നു. എന്താണ് ആ പേര്? വിൽബർ. ഓക്കെ, ഈ ജിംബിൻ്റെ ഐക്കണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വിൽബർ. ജിംബിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് എന്ത്? വിൽബർ എന്ന് പറയുന്നത്. ഈ ലോഗോ 1997, അതായത് 1997 സെപ്റ്റംബർ 25 ടൂമാസ് കൂസ്മാനൻ എന്ന് പറഞ്ഞ വ്യക്തി ആണ് എന്ത് ചെയ്തത്? തയ്യാറാക്കിയത്. ഓക്കെ, ഫിൻലൻഡുകാരനായ ടൂമാസ് കൂസ്മാനൻ എന്ന് പറഞ്ഞ വ്യക്തി 1997 സെപ്റ്റംബർ 25 ഈ ഒരു ഐക്കൺ, ഈ ഒരു ലോഗോ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോഗോക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വിൽബർ. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം, തിയറി ചോദിക്കും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മുടെ ജിംബ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ജിംബ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നതാണ്, എല്ലാവർക്കും അറിയാം എന്താണ് ടൂൾ ബോക്സ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ലെയർ ജാലകം വരുന്നത്. ഓക്കെ, ലെയർ പാലറ്റ് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് മെനുകൾ: ഫയൽ, എഡിറ്റ്, സെലക്ട്, വ്യൂ, ഇമേജ്, ലെയർ, കളേഴ്സ്, ടൂൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ നമുക്ക് മെനുകൾ കാണാം. ഓക്കെ, ഫയൽ, എഡിറ്റ്, സെലക്ട്, വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുകൾ ഭാഗത്തായിട്ട് നമുക്കിതിൻ്റെ മെനു ബാർ കാണാം. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആവശ്യമുള്ള മെനുകളൊക്കെ അതിലുണ്ട്. എന്തൊക്കെയാണ്, ഏതൊക്കെ മെനുവിൽ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് പഠിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റർ തയ്യാറാക്കണോ അല്ലേ? അതിന് എന്ത് വേണം? ക്യാൻവാസ് വേണ്ടേ? ക്യാൻവാസിലല്ലേ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുക. അല്ലെങ്കിൽ ജിംബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചിത്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് ക്യാൻവാസ് വേണ്ടേ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെയാണ് ക്യാൻവാസ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ ന്യൂ എടുത്തു. ഓക്കെ, ക്യാൻവാസ് തയ്യാറാക്കാൻ ഫയലിൽ ന്യൂ എടുക്കുക. ഓക്കെ, ഇവിടെ ടെംപ്ലേറ്റുകൾ, ഒരുപാട് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ടാണ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇമേജ് സൈസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വിഡ്ത്ത് 600ഉം ഹൈറ്റ് 400ഉം ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പിക്സൽ, PX എന്ന് പറയുന്നത് എന്താണ്? പിക്സലാണ് അല്ലേ? എന്താണ് ഈ പിക്സൽ എന്ന് പറയുന്നത്? ഒരു ഡിജിറ്റൽ ചിത്രത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ത്? പിക്സൽ എന്ന് പറയുന്നത്. പിക്ചർ എലമെൻറ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എന്ത്? പിക്സൽ. ഓക്കെ, പിക്ചർ എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? പിക്സൽ എന്ന് പറയുന്നത്. പിക്സലുകളുടെ എണ്ണം കൂടും തോറും ചിത്രത്തിൻ്റെ എന്ത് കൂടും? ഗുണനിലവാരം കൂടും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ
പേജ് നമ്പർ 8 പിക്സൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, തിയറി ചോദിക്കും, അതുകൊണ്ടാണ് പറയുന്നത് പിക്ചർ എലമെൻറ്റിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത്, പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 600 വിഡ്ത്തും 400 ഹൈറ്റും നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്യാൻവാസ് എന്തായിട്ടുണ്ട്, ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതാണ് നമ്മുടെ ലെയർ പാലറ്റ്. ഓക്കെ, ലെയർ പാനൽ. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ലെയർ വന്നിട്ടുണ്ട്. എന്താണ് ഈ ലെയേഴ്സ് എന്ന് പറയുന്നത്, എന്താണ് അതിൻ്റെ യൂസ്, എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 10 ലെയേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ലെയേഴ്സിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് layers are transparent sheet that can be added on the top of an image. layers എന്ന് പറയുന്നത് എന്താണ്, ഒരു ചിത്രത്തിന് മുകളിലായി ചേർക്കാവുന്ന സുതാര്യമായ പാളികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലെയറുകൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. when creating an image using image editing software, placing each element or part on separate layers allow for individual editing of each part at any time. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ ചിത്രം നിർമ്മിക്കുമ്പോൾ ഓരോ ചിത്രഭാഗത്തെയും വിവിധ ലെയറുകളായി വരച്ച് ചേർത്താൽ ഓരോ ചിത്രത്തെയും പിന്നീട് പ്രത്യേകം എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ലെയേഴ്സിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരുപാട് ചിത്രങ്ങൾ അതിലോട്ട് കൊണ്ടുവരേണ്ടി വരും അല്ലേ. ഷേപ്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. ആ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇത് ഒറ്റ ലെയറിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് വേണ്ട, അത് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിലീറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ പോകും. ഓക്കെ, അതിന് പകരം ഓരോന്നും ഓരോ ലെയറിൽ, അത് ചിത്രം ഒരു ലെയറിൽ, ടെക്സ്റ്റ് ഒരു ലെയറിൽ, ഷേപ്പ് ഒരു ലെയറിലാണെങ്കിൽ ആ ടെക്സ്റ്റ് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ആ ലെയർ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ഈ ലെയേഴ്സിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. അതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഏതാണോ വേണ്ടത് അതിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അങ്ങനെ ഒരുപാട് യൂസസ് ഈ ലെയേഴ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാം, നമ്മുടെ പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഒരു ഗ്രേഡിയൻറ്റ് കളറാണ് കൊടുക്കുന്നത്, അതായത് 2 കളേഴ്സ് കൂട്ടി യോജിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ടൂൾസിലെ പെയിൻറ്റ് ടൂളിൽ ഗ്രേഡിയൻറ്റ്, ഓക്കെ, ജി എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ അവിടെ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഗ്രേഡിയൻറ്റ് ടൂളായിട്ട് വന്നു. അതിന് മുന്നേ ഇവിടെ ഒരു ബക്കറ്റ് ഫില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്, അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എനിക്ക് കാണാം ഇവിടെ ബക്കറ്റ് ഫില്ലും ഉണ്ട്, ഗ്രേഡിയൻറ്റും ഉണ്ട്. നമുക്ക് മാറി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേണ്ടത് ഗ്രേഡിയൻ്റ് ആണ്, ഇപ്പോൾ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ഫോർഗ്രൗണ്ട് കളറും ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറും ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളറിൽ വൈറ്റ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഫോർഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുത്തു, എന്നിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കളേഴ്സിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ മാറ്റം വരുത്താം. അതുപോലെ ഇവിടെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈറ്റ് തന്നെയാണ് കിടക്കുന്നത്, മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം. എന്നിട്ട് നമുക്ക് ഇത് നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ചേഞ്ച് കളറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വന്നു, അതിന് നമ്മൾ ഗ്രേഡിയൻറ്റ് കളറും കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് എടുത്തു. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 9 ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നെയിം എന്നുള്ളോർത്തി untitled.xcf എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്താണ് ഈ XCF അല്ലേ, നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. അതിൻ്റെ മുന്നേ നമുക്കിതൊന്ന് സേവ് ചെയ്യാം.
ഓക്കെ, ഇപ്പം ഞാൻ ഈ അൺടൈറ്റിൽ നിന്നുള്ളത് മാറി ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഫ്രൂട്ട് ഫെസ്റ്റ് ഡോട്ട് XCF സേവ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഈ XCF അല്ലേ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, പേജ് നമ്പർ 11 GIMP പ്രൊജക്ട് ഫയൽ. When a file is served in GIMP, the XCF extension is added to the file name. GIMPിൽ ഫയൽ സേവ് ചെയ്യുമ്പോൾ ഫയൽ നാമത്തിന് ശേഷം XCF എന്ന എക്സ്റ്റൻഷൻ കൂടി വന്നിരിക്കുന്നത് കാണാം. This format is specific to GIMP and serves as its project file format. GIMPിൻ്റെ പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ് ആണ് എന്ത് .xcf എന്ന് പറയുന്നത്. ഓക്കെ, GIMPിൻ്റെ പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ് ആണ് .xcf. ഇത് GIMPിൻ്റെ പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ് ആണ്. ഓക്കെ, സേവിങ് ഇമേജസ് ആൻഡ് ടെക്സ്റ്റ് ആസ് .xcf ഫയൽ ensures that features like layers and transparency are preserved for further editing. GIMPിൽ നാം ഉൾപ്പെടുത്തുന്ന ചിത്രങ്ങളും ടെക്സ്റ്റുകളും പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ ലെയർ, ട്രാൻസ്പെറൻസി മുതലായ ഘടകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് XCF ഫയലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ലാബിൽ ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ എന്തായാലും നമുക്ക് ഒരു പീരീഡ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ, നമ്മൾ 2, 3, 4 പീരീഡ് എടുത്തിട്ടായിരിക്കും ചെയ്ത് തീർക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് ദിവസം വന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സേവ് ചെയ്യണം. എന്നിട്ട് ആ സേവ് ചെയ്ത ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ദിവസം വന്നിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം, എന്നിട്ട് വീണ്ടും സേവ് ചെയ്യാം. ഓക്കെ, ഫയലിൽ സേവ് കൊടുത്താൽ ഓട്ടോമാറ്റിക് സേവ് ആവും. മൂന്നാമത്തെ ദിവസം വന്നിട്ട് വീണ്ടും നമുക്ക് ആ പോസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ XCF ഫയൽ ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ GIMPിൻ്റെ പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ് ആണ് എന്ത് .xcf. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോസ്റ്ററിൽ അല്ലേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ഒരു ഇമേജ് കൊണ്ടുവരണം. ഓക്കെ, ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ഇമേജ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫയലിൽ ഓപ്പൺ എടുക്കുക. ഫയലിൽ ഓപ്പൺ എടുത്തു. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കൂൾ റിസോഴ്സസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹോമിലെ സ്കൂൾ റിസോഴ്സസ് എടുത്തു. അതിൽ ക്ലാസ് 9 എടുക്കുക. അതിൽ ഇതാ fruit.png എന്ന് പറഞ്ഞ ചിത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഫ്രൂട്ട്സ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്, ഫസി സെലക്ട് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ. ഓക്കെ, ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് അടയാളപ്പെടുത്തണം, കാരണം തിയറി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, ഇതിലെ ഓരോ ടൂളുകളും GIMPിലെ ഇതൊക്കെ ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓരോ ടൂളുകൾ, സെലക്ഷൻ ടൂളുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്, പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ ഷോർട്ട് കട്ട് കീ യൂസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഷോർട്ട് കട്ട് കീ ഒക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ ആ വൈറ്റ് ഇതിൽ നിന്ന് നമുക്ക് ആ ഫ്രൂട്ട്സ് മാത്രമാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്, ഫസി സെലക്ട് ടൂൾ. ദ ഇമേജ് പാർട്ട് ഹാസ് ബീൻ സെലക്റ്റഡ് ഹിയർ യൂസിങ് ദി ഫസി സെലക്ട് ടൂൾ. ഷോർട്ട് കട്ട് എന്താ, U. The selection is based on a technique called threshold, which decide how much of the similar colors starting from the edges of the image should be included in the selection. ഒരു ചിത്രത്തിലെ തുടർച്ചയായ സമാന നിറമുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനാണ് ഫസി സെലക്ട് ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ ത്രെഷോൾഡ് എന്ന സങ്കേതം ആസ്പദമാക്കി സെലക്ഷൻ നടത്തുമ്പോൾ ചിത്രത്തിൻ്റെ അതിരുകളിൽ നിന്ന് സമാന വർണ്ണങ്ങൾ എത്രമാത്രം തിരഞ്ഞെടുക്കണമെന്ന് നിശ്ചയിക്കുന്നു. ഓക്കെ, ഇത് അടയാളപ്പെടുത്തുക, തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് മാത്രം കൊണ്ടുവരണം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ടൂള് ഫസി സെലക്ട് ടൂൾ എന്ന് പറഞ്ഞ ടൂള് സെലക്ട് ചെയ്യുക. ഇവിടെ ത്രിഷോൾഡ് എന്നുള്ളിടത്ത് ഇവിടെ താഴെ കാണിക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 70.8 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അവിടെ എന്ത് ചെയ്യുക, 70, ഏകദേശം ഒരു 70 റേഞ്ചിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുക, ഇവിടെ മാറ്റാൻ, ഈ ത്രിഷോൾഡ് എന്നുള്ളിടത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു 70, 71, 72 ആ ഒരു റേഞ്ചിൽ കൊടുക്കാം. ഇനി എന്ത് ചെയ്യുക, ശേഷം ഞാൻ ഈ ഒരു വൈറ്റ്
ഇവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ കൊടുത്തു. അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം പോയി. എന്നിട്ട് എന്തായി, ഫ്രൂട്ട്സ് മാത്രം വന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ ഒരു സെലക്ഷൻ ഉണ്ട്. ഈ ഒരു സെലക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സെലക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കിയതിന് ശേഷം ഇവിടുന്ന് നമ്മളിത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെലക്ഷൻ ഒഴിവാക്കാൻ നമ്മുടെ സെലക്ട് മെനുവിൽ നൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ കോപ്പി ചെയ്യണം. എങ്ങനെ കോപ്പി ചെയ്യുക, എഡിറ്റിൽ കോപ്പി എടുത്തു. ഓക്കെ, എഡിറ്റിൽ കോപ്പി എടുത്തു, അല്ലെങ്കിൽ Ctrl+C. എന്നിട്ട് ഇതാ ഇവിടെ നമ്മുടെ ഈ ഒരു വിൻഡോയിൽ വന്നു. എന്നിട്ട് എഡിറ്റിൽ പേസ്റ്റ് അല്ല എടുക്കേണ്ടത്. എന്താ എടുക്കേണ്ടത്, പേസ്റ്റ് ആസ് ന്യൂ ലെയർ അല്ലേ. നമുക്ക് പുതിയൊരു ലെയറിലാക്കിയിട്ട് എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് ആസ് ന്യൂ ലെയർ എടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം fruit.png എന്ന് പറഞ്ഞിട്ട് അല്ലേ വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ചെറുതാക്കി കൊടുക്കണം. അതിന് നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുക, സ്കെയിൽ ടൂള്. ഓക്കെ, സ്കെയിൽ ടൂള് ഇവിടെ ആയിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സ്കെയിൽ ടൂള് കാണാൻ പറ്റും. ഓക്കെ, സ്കെയിൽ ടൂൾ എടുത്തു. ഈ ഒരു ഫ്രൂട്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ എത്രയാണ് ഹൈറ്റ് എത്രയാണ് വിഡ്ത്ത് എന്നുള്ളത് അവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് വിഡ്ത്ത് 500ഉം ഹൈറ്റ് 329ഉം, അതായത് 329 വേണ്ടത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ ആദ്യം ഇവിടെ ഒരു ചങ്ങല പോലെ അല്ലേ, ഒരു ലിങ്ക് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അൺലോക്കായി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വിഡ്ത്ത് 500ഉം ഹൈറ്റ് 329ഉം എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ മൂവ് ടൂൾ യൂസ് ചെയ്യുക. മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ മൂവ് ചെയ്യിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിക്കൊടുക്കണം. ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടിക്കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കളേഴ്സ് മെനുവിൽ നിന്ന് ഇവിടെ ഉണ്ടാവും, കളേഴ്സ് മെനുവിൽ നിന്ന് ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 10 കൊടുക്കാനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൂട്ടിക്കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇവിടെയും 10 കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അല്ലേ, നമ്മൾ ഒരു ചിത്രം കൊണ്ടുവന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ്, ഫസി സെലക്ട് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാൻ പറ്റി. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അല്ലേ. നമുക്ക് എല്ലാ ചിത്രവും ഇതുപോലെ കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ when removing the background color, okay, when removing the background color എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. We could remove the background because the image as an alpha channel. ആൽഫ ചാനൽ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമായതിനാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റിയത്. ഇഫ് ദ ഇമേജ് ഇസ് RGB ഓൺലി വിത്തൗട്ട് ആൻ ആൽഫ ചാനൽ, യു നീഡ് ടു ആഡ് ദ ആൽഫ ചാനൽ ഫസ്റ്റ്. ഓക്കെ, ഇനി ആൽഫ ചാനൽ ചേർക്കാതെ RGB മാത്രമുള്ള ചിത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസ്തുത ചാനൽ ചേർത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആൽഫ ചാനൽ എങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക? ടു ഡു ദിസ്, റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഇമേജ് ലെയർ ഇൻ ദ ലെയർ പാലറ്റ് ആൻഡ് സെലക്ട് ആഡ് ആൽഫ ചാനൽ. ഓക്കെ, നമുക്ക് വേറൊരു ചിത്രം കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വേറൊരു ഇമേജ് കൊണ്ടുവരികയാണ്. അതിന് വേണ്ടിയിട്ട് ഫയലിൽ ഓപ്പൺ എടുത്തു. ഓക്കെ, ഇവിടുന്ന് ഞാനിതാ വേറൊരു ഇമേജ് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഇമേജിൽ ഞാനിതാ ഈ ഒരു ഭാഗത്ത് ഇതാ ചാനൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ, ആൽഫ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാനിതാ ഇപ്പോൾ കൊണ്ടുവന്ന ഇമേജിൽ ഇവിടെ ഈ ചാനൽസിൽ നിങ്ങൾ നോക്കിയ റെഡ്, ഗ്രീൻ, ബ്ലൂ ഉള്ളൂ, ആൽഫ ഇല്ല അല്ലേ. ഓക്കെ, അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫസ്റ്റ് സെലക്ട് യൂസ് ചെയ്തിട്ടൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു.
പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവിടെ എന്തില്ല? ആൽഫ ചാനൽ ഇല്ല അല്ലേ? അപ്പം നമുക്കത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാവും ആഡ് ആൽഫ ചാനൽ. ഓക്കെ, ലെയറിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ആഡ് ആൽഫ ചാനൽ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് വീണ്ടും ഞാനിതാ ഫസി സെലക്ട് എടുത്തു, ഡിലീറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തായി? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോയി. ഓക്കെ, അപ്പം നമ്മൾ ഏത് ചിത്രം കൊണ്ടുവരികയാണെങ്കിലും അതല്ല ആൽഫ ചാനൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നാലാണ് ഒന്നുകൂടി മനസ്സിലാവുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോസ്റ്ററിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫ്രൂട്ട്സ് കൊടുന്ന് വെച്ചു അല്ലേ? അതിന് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പോസ്റ്ററിൽ എന്താ ഉള്ളത്? ബോട്ടിൽ കൊണ്ടുവരണം അല്ലേ? ആ ഒരു ബോട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഫയലിൽ ഓപ്പൺ എടുക്കുക. ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 9ൽ ദ bottle.png ഓപ്പൺ ചെയ്തു. ഇവിടെ കീപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ അല്ലേ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. നമുക്ക് എന്ത് മാത്രം മതി? ബോട്ടിൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്ക് ആ ബോട്ടിൽ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്? ദാ ഈ ഒരു ടൂള്, പാത്ത് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ. അതിൻ്റെ ഷോർട്ട് കട്ടാണ് എന്ത്? ബി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോട്ടിലിനെ മാത്രം എന്ത് ചെയ്യാം? സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം? അതിൻ്റെ ഒരു സൂം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാനിതിവിടെ സൂം ചെയ്തു. എന്നിട്ട് ഈ ഒരു ടൂള് സെലക്ട് ചെയ്തു. പാത്ത് ടൂൾ എന്ന് പറഞ്ഞ ടൂള്, അതിൻ്റെ ഷോർട്ട് കട്ട് കീ ബി ആണ് കേട്ടോ. സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ മുതൽ ഞാനിങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? ഇതുപോലെ ഓക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിസ്റ്റേക്ക് വരികയാണെങ്കിൽ Ctrl+Z അണ്ടോ അടിച്ചിട്ട് ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നേരാക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് സൂം ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എങ്ങനെ ചെയ്യുമ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ മിസ്റ്റേക്കൊക്കെ വരും. അപ്പോൾ സൂം ആക്കി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിത് തുടങ്ങിയ ഭാഗത്ത് അല്ലേ, ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്നിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങിയ ഭാഗത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുക? കീബോർഡിലെ കൺട്രോൾ കീ അമർത്തിയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് മെനുവിൽ നിന്ന് ഫ്രം പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുപ്പി സെലക്ട് ആയിട്ടുള്ളത് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് സൂം എന്ത് ചെയ്യുക? 100 ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി എന്ത് ചെയ്യുക? എഡിറ്റിൽ കോപ്പി കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യുക? എഡിറ്റിൽ പേസ്റ്റ് ആസ് ന്യൂ ലെയർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ പേസ്റ്റഡ് ലെയർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് റീനെയിം ചെയ്യാം. ഓക്കെ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ പേസ്റ്റഡ് ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അതിനൊന്ന് റീനെയിം ചെയ്ത് കൊടുക്കുക. ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനൊന്ന് സ്കെയിൽ ചെയ്യണം. ഓക്കെ, സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുക? ദാ സ്കെയിൽ ടൂൾ എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ബോട്ടിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ഈ ഒരു ചങ്ങല അല്ലേ, ഈ ഒരു ഇത് അൺലോക്ക് ചെയ്തിരുന്നു. അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ലോക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈസ് ചെറുതാക്കി കൊടുക്കുക. അത് ലോക്കാക്കി കൊടുത്തില്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അത് വിഡ്ത്തും ഹൈറ്റൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പോൾ അതിനാണ് അത് വീണ്ടും എന്ത് ചെയ്യുന്നത്? ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എന്ത് ചെയ്യുക? നമുക്ക് ഒന്ന് ചെറുതാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മുടെ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യിക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സിനെ നമുക്ക് കുറച്ചൊന്ന് നീക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലെയറിന്ന് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ലെയർ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബോട്ടിൽ കുറച്ചും കൂടി ഒന്ന് ബോട്ടിലിൻ്റെ സൈസ് എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു ബോട്ടിലും കൂടി വേണം അല്ലേ? നിങ്ങൾ നേരത്തെ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ബോട്ടിലും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, കോപ്പി എന്ന് പറയും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കലാണ്. ഓക്കെ, അതായത് ലെയറിൻ്റെ കോപ്പി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെയർ എന്ത് ചെയ്തു, സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറഞ്ഞിട്ട് കാണും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ടൊന്ന് മൂവ് ചെയ്യിച്ച് നോക്കൂ. ഒരു കുപ്പിയും കൂടി വന്നിരിക്കുന്നത് കാണാം അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, സ്കെയിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് വന്നു, നമ്മുടെ 2 ബോട്ടിലും വന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്, ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുക? ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെയറിൽ നോക്കിയാൽ കാണാം, നമ്മുടെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫ്രൂട്ട്സിൻ്റെ ലെയർ ഉണ്ട്, 2 ബോട്ടിലും ഉണ്ട് അല്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ലെയറിൽ എന്ത് വരും, പുതിയൊരു ലെയർ അവിടെ വരും. ഓക്കെ, ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ പുതിയൊരു ലെയറൊന്നും ക്രിയേറ്റ് ചെയ്യണില്ല കേട്ടോ, പുതിയ ലെയറൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുക, ഇവിടെ ടെക്സ്റ്റ് ടൂൾ എടുത്തു, ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഫ്രൂട്ട് ഫെസ്റ്റ് എന്നാണ്. ഓക്കെ, ഞാനിതാ ഫ്രൂട്ട് ഫെസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ കളറ് മാറ്റി കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ വൈറ്റ് കളർ കൊടുക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിനെ ഒരു 3 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെലക്ഷൻ ആവും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, വൈറ്റ് കളർ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് ചെറുതാക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ചെറുതാക്കി കൊടുക്കാം. കണ്ടോ, സൈസ് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി കൊടുക്കുക. അതുപോലെ ഫോണ്ട് മാറ്റണമെങ്കിൽ അവിടെ ടെക്സ്റ്റ് എന്നുള്ളടത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ബോൾഡാക്കി കൊടുക്കണമെങ്കിൽ ബോൾഡൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ പറഞ്ഞു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ടൈപ്പ് ചെയ്ത സമയത്ത് ഇവിടെ ലെയറിൽ എന്ത് വന്നു, ആ ഒരു ലെയർ ഇവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് മൂവ് ചെയ്യിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയൊരു കൈൻ്റെ ചിഹ്നം. നമുക്ക് ജിമ്പ് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്നൊരു പ്രയാസമാണ്. ഈ കൈ ചിഹ്നമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ബാക്ക്ഗ്രൗണ്ട് മൂവായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് മാറി അതിങ്ങനെ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ആ ഒരു ചിഹ്നം, അതായത് നമ്മുടെ ഒരു കേഴ്സറിൻ്റെ ഒരു ഇതും ഉണ്ടാവും, അതുപോലെ തന്നെ ആ മോട്ടൂളുടെ ഒരു ഐക്കണും ഉണ്ടാവും. അത് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിങ്ങനെ ജസ്റ്റ് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. കൈച്ചിനുള്ള സമയത്ത് നമ്മൾ മാറ്റുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മൂവായിട്ട് വരും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊരു നിഴൽ പോലെ നമുക്ക് എന്ത് ചെയ്യണം, ക്രമീകരിക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. എങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഈ ഫ്രൂട്ട് ഫെസ്റ്റ് എന്നുള്ള ഈ ഒരു ലെയറിന് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം അല്ലേ? ഒരു ഫ്രൂട്ട് ഫെസ്റ്റും കൂടി വന്നു. അതിനെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എങ്ങനെ, ഏത് ടൂൾ യൂസ് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 3 വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് എന്താവും, സെലക്ട് ആയിട്ട് വരും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കളർ മാറ്റി കൊടുക്കുക, ബ്ലാക്ക് കളർ കൊടുക്കുക. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ഫ്രൂട്ട് ഫെസ്റ്റിൻ്റെ താഴെയായിട്ട് ക്രമീകരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, ബ്ലർ കൊടുക്കണം. ഓക്കെ, താഴെയായിട്ട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും
ഫ്രൂട്ട് ഫെസ്റ്റ് എന്നുള്ളത് 1 എന്നുള്ളതാണ് മുകളിൽ കിടക്കുന്നത്, അതായത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതാണ് മുകളിൽ കിടക്കുന്നത്. അതിനെ താഴോട്ട് കൊണ്ടുവരാനുള്ള ഒരു 2 ഓപ്ഷനാണിത്. ഓക്കെ, 2 ഓപ്ഷൻ, അതായത് താഴോട്ട് മുകളിലോട്ട് മാറ്റാനുള്ള 2 ഓപ്ഷനുകളാണ്. ഒന്ന് റേസ് ദിസ് ലെയർ എന്നുള്ളതും രണ്ടാമത്തേത് ലോവർ ദിസ് ലെയർ എന്നുള്ളതും. മുകളിലോട്ട് വരാനാണെങ്കിൽ റേസും താഴോട്ട് പോകാനാണെങ്കിൽ എന്താണ് ലോവർ. അപ്പോൾ ഇവിടെ ലോവർ കൊടുത്തു. അപ്പോൾ ആ ഫ്രൂട്ട് ഫെസ്റ്റ് എന്തായി, താഴോട്ട് പോയി അല്ലേ. ഇപ്പം അതിൽ തന്നെ സെലക്ഷൻ നിൽക്കുകയാണ്. അതിന് നമുക്കൊരു ബ്ലർ എഫക്റ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏത് ഓപ്ഷനിലാണ് പോവുക, ഫിൽറ്റേഴ്സ് മെനുവിലെ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് നമുക്കൊരു 1.20, ഓക്കെ, ഇവിടെ 150 ആണ് എടുക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ചും കൂടി എന്ത് ചെയ്യാം, ഓക്കെ, ഇതിങ്ങനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. ഒരു 1.22 അല്ലെങ്കിൽ ഒരു 1.20 ഒക്കെ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കീബോർഡിലെ ആരോ കീസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്കൊരു നിഴൽ പോലെ എന്ത് ചെയ്യുക, ക്രമീകരിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അടുത്തത് വേണ്ടത് അല്ലേ. ഇവിടെ ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ പോലെ വരച്ചിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, ഈറ്റ് വെൽ ലൈവ് വെൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒന്നോലെ ക്രിയേറ്റ് ന്യൂ ലെയർ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലെയറിൽ ന്യൂ ലെയർ എടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ 1 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. റെക്റ്റാങ്കിൾ 1 ഓക്കെ കൊടുത്തു. ഓക്കെ, ആ ഒരു ലെയറിനെ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെയറിനെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റെക്റ്റാങ്കിൾ ടൂള് നമ്മുടെ ടൂൾ ബോക്സിലെ ഈ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ശേഷം അതിനൊരു കളറ് കൊടുക്കണം. വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. നമുക്ക് വൈറ്റ് ആണ് വേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഈ ബക്കറ്റ് ഫിൽ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിളിൽ കളറ് സെലക്റ്റായി വന്നിട്ടുണ്ട് അല്ലേ, വൈറ്റ് കളറ് സെലക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് എന്ത് ചെയ്യണം, ഒരു ഷാഡോ കൊടുക്കണം. ഓക്കെ, നിങ്ങളെ ഒരു ഇമേജിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു ഷാഡോ പോലെ വന്നിട്ടുണ്ട്. ആ ഷാഡോ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കെയിൽ ടൂൾ എടുത്തിട്ട് ഇതിനെ സൈസൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇതുപോലെ സൈസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഇവിടെ ഞാൻ സൈസ് അറേഞ്ച് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്ലോട്ടിംഗ് സെലക്ഷനെ നമുക്കത് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആങ്കർ ദി ഫ്ലോട്ടിംഗ് ലെയർ. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടൂളിനെ പറ്റിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്ത് ചെയ്യും, പോവും. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ ഈ ഒരു ലെയറിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന് ഷാഡോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്റേഴ്സ് മെനുവിൽ നിന്ന് ലൈറ്റ് ആൻഡ് ഷാഡോയിൽ ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഷാഡോ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കുമ്പോൾ ഇത് ഷാഡോ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വരുന്നത്. ഓക്കെ, ഏകദേശം നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൊടുക്കാം. ഓക്കെ, ഇതിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ഓരോ ഇതിലും നമുക്കൊന്ന് മാറ്റം വരുത്തി നോക്കാം.
ഇത്രയും കൊടുക്കുക. ഓക്കെ, ഇവിടെ ഈ എക്സും വൈയിലും അതുപോലെ ബ്ലർ റേഡിയസ് എന്നുള്ളതിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്നുള്ളത് വന്നു, നമ്മുടെ ആ ഒരു ചെറിയ റെക്റ്റാങ്കിൾ വന്നു. ഇനി നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈറ്റ് വെൽ ലൈവ് വെൽ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ടെക്സ്റ്റ് ടൂൾ എടുത്തു, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, കളറ് മാറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കതിൽ ഈറ്റ് വെൽ ലൈവ് വെൽ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനെന്ത് ചെയ്യുക, നമുക്ക് 3 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ബോൾഡാക്കി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ബോൾഡാക്കി കൊടുക്കുക. നമുക്ക് ഇവിടുന്ന് ഫോണ്ട് മാറ്റണമെങ്കിലൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇവിടുന്ന് ഫോണ്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫോൺസ് ഇതിൽ അവൈലബിൾ ആണ്. ഫോണ്ട് മാറ്റണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് മാറ്റി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതിനെ 3 വട്ടം സെലക്ട് ചെയ്യണം. എന്നിട്ട് വേണം ഫോണ്ടും കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇതിവിടെ പോയിട്ട് നമുക്ക് ഫോണ്ട് എടുത്തിട്ടും നമുക്ക് അങ്ങനെ മാറ്റാം. നമ്മൾ നേരത്തെ ഫ്രൂട്ട് ഫെസ്റ്റിൻ്റെ അങ്ങനെയാണ് മാറ്റിയത്. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫോണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇവിടെയും ഒരു റെക്റ്റാങ്കിൾ അല്ലേ പോലെ വരയ്ക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ലെയറിൻ്റെ പേര് കൊടുക്കേണ്ടത്, റെക്റ്റാങ്കിൾ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനെ നമുക്ക് സെലക്ട് ചെയ്തു, ആ ലെയറിനെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ എടുത്തു, ജസ്റ്റ് ഇവിടെ വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ വൈറ്റ് കളറാണുള്ളത്. ഫിൽ ടൂൾ, ബക്കറ്റ് ഫിൽ ടൂളിൽ നമ്മൾ വൈറ്റ് കളർ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പോസ്റ്ററിൻ്റെ മാതൃകയിലുള്ള പോലെ നമുക്ക് വരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ റേസും ലോവർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് നമ്മുടെ പോസ്റ്റർ നോക്കിയാൽ കാണാൻ പറ്റും, ഷേപ്സ് വരയ്ക്കാനുണ്ട് അല്ലേ. ഇവിടെ 2 സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു വലിയൊരു സർക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടുത്ത ഷേപ്സ് വരയ്ക്കാൻ നോക്കാം. അപ്പം നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു, ഇനി അടുത്ത ഷേപ്പ് അല്ലേ, സർക്കിൾ ഷേപ്പ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ സർക്കിൾ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഓക്കെ കൊടുക്കുക. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എലിപ്സ് സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ ഇ എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലെയർ സെലക്ഷനിലാണെന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. ഓക്കെ, അതിനെ നമുക്കൊരു കളർ കൊടുക്കാം. ഓക്കെ കൊടുത്തു, ബക്കറ്റ് ഫില്ല് എടുത്തിട്ട് കളർ കൊടുത്തു. ഓക്കെ, ഇതിനെ നമുക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്കെയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സ്കെയിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ നേരത്തെ വന്ന പോലെ ഇതുപോലെ ഫ്ലോട്ടിംഗ് സെലക്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ആങ്കർ ടൂൾ യൂസ് ചെയ്തിട്ട് അതവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, സർക്കിൾ വരയ്ക്കണം അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. അവിടെ സർക്കിൾ 1 എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം, 2 കൊടുത്തു, ഓക്കെ കൊടുത്തു. വീണ്ടും നമ്മൾ ആ ഒരു സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് വീണ്ടും ഇതവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, അതിന് നമുക്കൊരു കളറ് മാറ്റി കൊടുക്കണം. ഓക്കെ, ഈ ഒരു കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബക്കറ്റ് ഫില്ല് എടുത്തിട്ട് ആ കളർ കൊടുക്കുക. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ 2 സർക്കിൾ ഉണ്ട് അല്ലേ, അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ രണ്ടാമത് വരച്ച സർക്കിൾ വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫ്ലോട്ടിംഗ് സെലക്ഷൻ ഒഴിവാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ആങ്കറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫ്ലോട്ടിംഗ് സെലക്ഷൻ പോവും. എന്നിട്ട് നമ്മൾ ഈ സർക്കിൾ 2നെ എന്ത് ചെയ്യണം, 1ൻ്റെ താഴെയായിട്ട് ക്രമീകരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലോവർ ദിസ് ലെയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള പോലെ നമുക്ക് ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിളും കൂടി വലുത് വരയ്ക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. സർക്കിൾ 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സർക്കിൾ ടൂൾ യൂസ് ചെയ്യുക, സർക്കിൾ എലിപ്സ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ സർക്കിൾ 3 എന്നുള്ളതിൽ നമ്മൾ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഫിൽ കളർ കൊടുക്കാം. ഓക്കെ, ഇവിടുന്ന് നമുക്കൊരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. നമ്മുടെ ഫിൽ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിന് സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ടൊന്ന് ഇതിൻ്റെ സൈസ് ഒന്ന് എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ താഴെയായിട്ട് ക്രമീകരിക്കണം. ഓക്കെ, അതിന് മുന്നേ ഇതിനൊരു ഫ്ലോട്ടിംഗ് സെലക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് അത് ആങ്കർ ദ ഫ്ലോട്ടിംഗ് ലെയർന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനവിടെ ഉറപ്പിക്കാം. അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഏറ്റവും താഴെ, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിതവിടെ ലോവർ ദിസ് ലെയർ എന്നുള്ളോർത്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ താഴെയായിട്ട് വന്നു. അതിനൊന്ന് എന്ത് ചെയ്യുക, മുകളിലോട്ട് കയറ്റി കൊടുക്കാം. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സർക്കിൾസ് എല്ലാം വരച്ച് കഴിഞ്ഞു. അതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിനെ നമ്മൾ താഴെയായിട്ട് ക്രമീകരിച്ചതാണ്. നമുക്കതൊന്നും കൂടിയും ചെയ്യാം, കാരണം നമ്മൾ അറേഞ്ച് ചെയ്ത സമയത്ത് അത് മാറിപ്പോയതാണ്. ഈ സർക്കിൾ 2നെ 1ൻ്റെ താഴെയായിട്ടാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ലോവർ ദിസ് ലെയർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഈ റെക്റ്റാങ്കിളിന് ചെറിയൊരു ഷാഡോ വന്നിട്ടുണ്ട്, അത് കൊടുക്കണം. നമ്മുടെ റെക്റ്റാങ്കിൾ 2 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫിൽറ്റേഴ്സിൽ ലൈറ്റ് ആൻഡ് ഷാഡോയിൽ ഡ്രോപ്പ് ഷാഡോ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ 20 തന്നെയാണ്, ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, അതുപോലെ നമ്മുടെ ബോട്ടിലും ചെറുതായിട്ടൊരു ഷാഡോ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബോട്ടിൽ ലെയർ സെലക്ട് ചെയ്യുക. ഇതുപോലെ ഫിൽറ്റേഴ്സിൽ ലൈറ്റ് ആൻഡ് ഷാഡോയിൽ ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ബോട്ടിലിനും ചെറുതായിട്ടൊരു ഷാഡോ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ XY ഒന്നും മാറ്റുന്നില്ല, ഇതിൽ ഡിഫോൾട്ടായിട്ട് 20 കിടക്കുന്നുണ്ട്, അതന്നെയാണ് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്കിവിടെ ടെക്സ്റ്റുകൾ നേച്ചർ ക്ലബ് എന്നുള്ളതും GHSS കൊപ്പം എന്നുള്ളതുമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ടെക്സ്റ്റ് ടൂൾ എടുക്കാം. എന്നിട്ട് ഇതവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേച്ചർ ക്ലബ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനെ ഒരു 3 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കുക. ഇവിടുന്ന് നമുക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോണ്ട് മാറ്റി കൊടുക്കാം. ഓക്കെ,
എന്നിട്ട് നമ്മുടെ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട്, സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ കൈയിൻ്റെ ചിഹ്നം വരുമ്പോൾ ഒരിക്കലും മാറ്റി വെക്കരുത്. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മൂവായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നേച്ചർ ക്ലബ്ബ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വീണ്ടും സെലക്ഷൻ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഡാർക്കാക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേച്ചർ ക്ലബ്ബ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട്, മൂവ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ കൈൻ്റെ ചിഹ്നം വരരുത്, പ്രത്യേകം പറയാണ്, ബാക്ക്ഗ്രൗണ്ട് മൂവ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നേച്ചർ ക്ലബ്ബ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് എടുത്തത് എന്താ, GHSS കൊപ്പം എന്നുള്ളത് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, അതിൽ GHSS കൊപ്പം അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് സൈസ് ഒന്ന് എന്ത് ചെയ്യുക, ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് കളർ എന്ത് ചെയ്യുക, ബ്ലാക്ക് കളറിലാണല്ലേ കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യുക, സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനെ മൂവ് ചെയ്യിക്കുക. ഓക്കെ, മൂവ് ചെയ്ത് വന്നതിന് ശേഷം വേണം ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. സെലക്ട് ചെയ്യണം, 3 വട്ടം ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അത് സെലക്ട് ആവുള്ളൂ. ഓക്കെ, ഫോണ്ട് മാറ്റി കൊടുക്കണമെങ്കിൽ ഇവിടുന്നൊക്കെ ഫോണ്ട് മാറ്റാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിനൊന്ന് നീക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ പോസ്റ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ PNG ഫോർമാറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പോസ്റ്ററിനെ PNG ഫോർമാറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. കാരണം നമ്മൾ ഇമേജ് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ കൈ തട്ടിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പോൾ നേരത്തെ ഞാനിവിടെ സർക്കിൾ ബിലോ ആക്കി വെച്ചത് പിന്നെ അതെന്തായി, എബവ് ആയി അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ തട്ടി മാറുമ്പോഴൊക്കെ CTRL-Z യൂസ് ചെയ്യുക. അതുപോലെ ഇതുപോലെ ലെയേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റേസ് ദിസ് ലെയറും ലോവർ ദിസ് ലെയർ എന്നുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യുക. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 3 വട്ടം ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് സെലക്ട് ആവുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ CTRL-Z അണ്ടോ യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാവും, പക്ഷേ എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ ഓൾറെഡി നമ്മൾ സേവ് ചെയ്തതാണ്, ഫയലിലൊന്നും കൂടി നമുക്ക് സേവ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം, PNG ഫോർമാറ്റിലോട്ട് ഇമേജ് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ എന്ത് ചെയ്യാം, എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ എടുക്കാം. ഫയലിൽ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ എടുത്തു. നമ്മൾ എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്നുള്ള ലൊക്കേഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഹോമിലെ നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് 9 ഓക്കെ, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾറെഡി fruitfest.png എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ PNG ആക്കിയിട്ടോ JPEG ആക്കിയിട്ടോ ടിഫ് ഇമേജ് ആക്കിയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. അതിനിവിടെ സെലക്ട് ഫയൽ ടൈപ്പ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫയൽ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ടിഫ് ഉണ്ട്, അതുപോലെ JPEG എന്നൊക്കെ പറഞ്ഞിട്ട് PNG ഉണ്ട്. ഓക്കെ, JPEG ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ PNG തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഉണ്ട് എന്ത്, എക്സ്പോർട്ട് ബട്ടൺ. ഓക്കെ, എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇമേജ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഞാനിത് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ഇമേജ് സേവ് ചെയ്തത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇമേജ് ഓക്കെ, ഇതാ fruitfest.png എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ fruitfest.xcf നമ്മൾ നേരത്തെ സേവ് ചെയ്ത പ്രൊജക്റ്റ് ഫയലും സേവ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത് PNG അതായത് ഒരു ഇമേജ് ഫയലായിട്ടാണ് സേവായി വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നമുക്കിതിങ്ങനെ ചെയ്ത് കാണുമ്പോൾ പ്രയാസമായിട്ട് തോന്നും, പക്ഷേ രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. നല്ല എല്ലാവർക്കും പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സൊക്കെ മാറ്റി കൊടുത്ത് രസകരമായിട്ട് മക്കൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമാണ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം എക്സാം അറ്റൻഡ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം തിയറി എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്തും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഓരോ സ്റ്റെപ്പിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ പിന്നെയും പറയുകയാണ്, ഇമേജ് എഡിറ്റിംഗ് ആണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അപ്പോൾ അണ്ടോ യൂസ് ചെയ്യുക, CTRL-Z യൂസ് ചെയ്യുക. അതുപോലെ ലെയർ അറേഞ്ച് ചെയ്യാൻ ലോവർ റേസ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ പുതിയ ലെയർ എപ്പോഴും ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിലും ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിലും ഒരു ചിത്രം കൊണ്ടുവരികയാണെങ്കിലും ഒക്കെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ടെക്സ്റ്റിന് നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലെയർ പാനലിൽ ആ ഒരു ലെയർ അവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റിന് നമ്മൾ അപ്പോൾ അവിടെ GHS സ്കോപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ അവിടെ ലെയർ വന്നു. അപ്പോൾ ടെക്സ്റ്റിന് ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട, ബാക്കി എല്ലാത്തിനും ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്കൂൾ തുറന്നിട്ട് ലാബിൽ പോയിട്ട് ഈ ഒരു ആക്ടിവിറ്റി, ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നോക്കുക. വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.